സ്വാഗതം എല്ലാവർക്കും. നമ്മൾ ഈ ഒരു ചെറിയൊരു സെഷനിൽ നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചുരുക്കം ചില മലയാളത്തിലെ ചോദ്യങ്ങളാണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്, എന്നാൽ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോകാവുന്ന ഒരു ചോദ്യം കൂടിയാണ്. ചിലപ്പോൾ ഇതേ മോഡലിൽ തന്നെ നമ്മളെ എക്സാമിനും പ്രതീക്ഷിക്കാം, നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾ ഒരുപാട് റിവിഷനൊക്കെ നടത്തുന്നതായിരിക്കും ഫൈനലായിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇതും ചെറിയൊരു റിവിഷനായിട്ട്, ചെറിയൊരു സമയത്തേക്കുള്ള റിവിഷനായിട്ട് കാണാം. ക്ലിയർ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: താഴെ നൽകിയിരിക്കുന്നവയിൽ മധ്യമ പുരുഷൻ ഉദാഹരണം ഏത്? താഴെ നൽകിയിരിക്കുന്നവയിൽ മധ്യമ പുരുഷൻ ഉദാഹരണം ഏത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓപ്ഷൻസ് ഒന്ന് കൃത്യമായിട്ട് വായിച്ചു നോക്കിയേ. നിൻ്റെ, എൻ്റെ, അദ്ദേഹം, എനിക്ക്. നിൻ്റെ, എൻ്റെ, അദ്ദേഹം, എനിക്ക്. ഇങ്ങനെയുള്ള 4 ഓപ്ഷൻസാണ് തന്നിട്ടുള്ളത്. ഇതിൽ മധ്യമ പുരുഷൻ ഉദാഹരണം ഏത് എന്നാണ് ചോദിച്ചത്, അല്ലേ? അപ്പോൾ ഒരുപാട് ആൾക്ക് അറിയുന്നവർ പെട്ടെന്ന് ആൻസർ കിട്ടിയിട്ടുണ്ടാവും, അല്ലേ? ഏതാണ് വരുമോ എന്നുള്ളത്, നിൻ്റെയാണോ അല്ല അദ്ദേഹമാണോ എൻ്റെയാണോ എനിക്കാണോ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ശരിക്കും മനസ്സിലാക്കുക, ഇവിടെ മധ്യമ പുരുഷൻ ഉദാഹരണമാണ് ചോദിച്ചത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. നിൻ്റെ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ കേട്ടോ. നിൻ്റെ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ മധ്യമ പുരുഷൻ എന്ന് പറയുന്നത്, അല്ലേ, മധ്യമ പുരുഷൻ എന്ന് പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. സർവനാമത്തിൽ പെടുന്നതാണ്. അതായത് നമ്മൾ ഒരു ശ്രോതാവിനെ അല്ലെങ്കിൽ ഒരു കേൾവിക്കാരനെ സൂചിപ്പിക്കുന്ന സർവനാമത്തെയാണ് പൊതുവെ നമ്മൾ എന്ത് വിളിക്കുക? മധ്യമ പുരുഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കേൾവിക്കാരനെ അല്ലെങ്കിൽ ശ്രോതാവിനെ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. കേൾവിക്കാരനെ സൂചിപ്പിക്കുന്ന സർവനാമത്തെ പൊതുവെ നമുക്ക് എന്ത് പറയാം? മധ്യമ പുരുഷൻ എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇവിടെ നോക്കിയാൽ ഏതായിരിക്കും കേൾവിക്കാരനായിട്ട് നമുക്ക് പറയാൻ പറ്റുക? നിൻ്റെ, എൻ്റെ, അദ്ദേഹം, എനിക്ക്. ഒന്നാലോചിച്ച് നോക്കിയേ. എൻ്റെ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ്, അല്ലേ? ഞാൻ തന്നെയാണ്. അദ്ദേഹം എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ മറ്റൊരാളെക്കുറിച്ച് പറയാണ്. അദ്ദേഹം ഒരിക്കലും എന്തില്ല, ശ്രോതാവല്ലല്ലോ. അപ്പം നിൻ്റെ എന്നുള്ളതാണ് ഇവിടെ എന്ത് വരിക? ആൻസറായിട്ട് വരിക. അപ്പം ഞാനിതാ നിന്നോട് പറയുകയാണ് അദ്ദേഹത്തെക്കുറിച്ച്, അല്ലേ? ഞാൻ നിന്നോട് പറയുന്നു അദ്ദേഹത്തെക്കുറിച്ച്. അപ്പം നിൻ്റെയാണ് ഇവിടുത്തെ ശരിക്കും ശ്രോതാവ്, അല്ലേ? കേൾവിക്കാരൻ എന്ന് പറയുന്നത് ആരാണ്? ശരിക്കും പറഞ്ഞാൽ കേൾക്കുന്നയാൾ എന്നുള്ള ഒരു അർത്ഥത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഇവിടെ നിൻ്റെ എന്നുള്ളതാണ് കേട്ടോ. ശരിക്കും നീ അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഏതിൽ വരുന്ന തന്നെയാണ്? മധ്യമ പുരുഷൻ ഉദാഹരണമായിട്ട് വരുന്ന തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത ഒരു ക്വസ്റ്റിലേക്ക് പോകാം. നമുക്ക് സിമ്പിളായിട്ടുള്ള കാര്യമാണത്. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: കണ്ണുനീർ എന്നർത്ഥം വരുന്ന പദം ഏത്? കണ്ണുനീർ എന്നർത്ഥം വരുന്ന പദം ഏത്? 4 ഒന്ന് വായിച്ചു നോക്കിയേ. അതിൽ കണ്ണുനീർ എന്നുള്ള അർത്ഥം വരുന്നത് ഏത് പദത്തിലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നോക്കാം. ഏതൊക്കെ വരുക? കണ്ണുനീർ, അല്ലേ? ലോഭം, ലോചനം, അക്ഷി, ലോചം. ലോഭം, ലോചനം, അക്ഷി, ലോചം. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ടൊരു ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്ന് ആദ്യം നോക്കുക. ഏതാണ് വരിക? കണ്ണുനീർ എന്നാണ് നമുക്ക് അർത്ഥം വരേണ്ടത്. ചില വാക്കുകളൊക്കെ കാണുമ്പോൾ തന്നെ കണ്ണുമായിട്ട് എന്തൊക്കെ ബന്ധമുള്ള പോലെ നമുക്ക് തോന്നും, അല്ലേ? അപ്പോൾ ഇതിലേതാണ് നമുക്ക് കൃത്യമായിട്ട് ആൻസർ പറയാൻ പറ്റുമോ? കിട്ടിയെന്ന് വിചാരിക്കുന്നു. കിട്ടിയവരുണ്ടാവും, അല്ലാത്തവർക്ക് കുഴപ്പമൊന്നുമില്ല. മനസ്സിലാക്കുക, ഇവിടെ ആൻസറായിട്ട് വരുന്നത് ലോചമാണ്. ഓക്കെ, ലോചം എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസറായിട്ട് വരും കേട്ടോ. ലോചം എന്ന് പറഞ്ഞാലാണ് കണ്ണുനീർ എന്നുള്ള അർത്ഥമായിട്ട് വരിക. ലോചമാണ് ശരിക്കും കണ്ണുനീർ. അപ്പോൾ ബാക്കിയുള്ള നോക്കാം. ലോഭം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ കൊതിയൻ എന്നാണ് കേട്ടോ. കൊതിയൻ എന്നുള്ളൊരു മീനിങ് ആണ് ഏതിന് വരിക? ലോഭം എന്നുള്ള വാക്കിന് വരിക. കൊതിയൻ മീൻസ് കൊതി എന്നുള്ളൊരു അർത്ഥത്തിലാണ് ലോഭം എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുക. കൊതിയാണ്, കൊതി. ഓക്കെ, ആർത്തി അല്ലെങ്കിൽ കൊതി എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. ഒരു മിനിറ്റ്. ഓക്കെ, കൊതി എന്നുള്ള ഒരു അർത്ഥമാണ് ശരിക്ക് ലോഭത്തിന് വരിക. ലോചനം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതിനാണ്, നിങ്ങൾക്ക് എല്ലാവരും കിട്ടിയിട്ടുണ്ടാവും. എന്തെന്നെയാണ്? കണ്ണ് എന്നുള്ള അർത്ഥമാണ് ലോചനത്തിൽ വരിക. അക്ഷി എന്ന് പറഞ്ഞാലും എന്തെന്നെയാണ്? കണ്ണ് തന്നെയാണ് കേട്ടോ. കണ്ണ് തന്നെയാണ് അക്ഷി എന്നുള്ള വാക്കിൻ്റെയും അർത്ഥം. അപ്പോൾ ലോഭം എന്ന് പറഞ്ഞാലും ലോചനം എന്ന് പറഞ്ഞാലും അക്ഷി എന്ന് പറഞ്ഞാലും ഏതന്നെയാണ്? കണ്ണ് തന്നെ. ഇത് മൂന്നും എന്തല്ല? കണ്ണുനീര് എന്നുള്ള അർത്ഥത്തിൽ വരുന്നതല്ല, പ്രയോഗിക്കുന്നതല്ല. പക്ഷെ ലോചമാണ് കണ്ണുനീര്. ലോചനം അക്ഷി കണ്ണാണ്, ലോഭം കൊതി. ലോചനം കണ്ണ്, പക്ഷേ ലോചം എന്താണ്? കണ്ണുനീർ. അടുത്ത ക്വസ്റ്റ്യൻ: തന്നിരിക്കുന്ന വാക്യത്തിൽ തെറ്റായ ഭാഗം ഏതാണ്? തന്നിരിക്കുന്ന വാക്യത്തിൽ തെറ്റായ ഭാഗം. എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് മുമ്പ് നമ്മളൊരു മോക്ക് ടെസ്റ്റ് ആയിട്ട് നടത്താറുണ്ട്. അതിൽ മലയാളത്തിൽ ഞാൻ 1-2 ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. തന്നിരിക്കുന്ന വാക്യത്തിൽ തെറ്റായ ഭാഗം ഏതെന്നാണ് ചോദിച്ചത്. ഇത് കൂട്ടി വായിച്ച ഒരു വാക്യമായിട്ട് തോന്നും. എല്ലാ മാസം തോറും നിശ്ചിത തുക ബാങ്കിൽ നിക്ഷേപിക്കാൻ അയാൾ ശ്രദ്ധിച്ചു. എല്ലാ മാസം തോറും നിശ്ചിത തുക ബാങ്കിൽ നിക്ഷേപിക്കാൻ അയാൾ ശ്രദ്ധിച്ചു എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ തന്ന വാക്യത്തിൽ തെറ്റായ ഭാഗമാണ് ചോദിച്ചത്. ഈ 4 ഏതോ ഒരെണ്ണത്തിൽ തെറ്റായ ഒരു ഭാഗമുണ്ട്, തെറ്റായ ഒരു പാർട്ടുണ്ട്. അതേതാണെന്നാണ് പറയേണ്ടത്. ഏതാ കിട്ടുക? നിശ്ചിത തുക ബാങ്കിൽ നിക്ഷേപിക്കാൻ അയാൾ ശ്രദ്ധിച്ചു, അല്ലേ? എല്ലാ മാസം തോറും. ഏതാ വരിക? കിട്ടിയ ആൻസർ നിങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. ആൻസറായിട്ട് വരുന്നത് സംശയം വേണ്ട, ആൻസർ ഓപ്ഷൻ സി അല്ല. ഏതാണ് വരിക? ആൻസർ ഓപ്ഷൻ എ ആണ്, അല്ലേ? എല്ലാ മാസം തോറും. എന്താണ് ഇതിൽ തെറ്റ്? ഒന്ന് ആലോചിച്ചൊക്കെ കിട്ടും. എന്തായിരിക്കും ഇതിൽ തെറ്റ്? ഒരു സംശയമില്ല, എല്ലാ മാസം തോറും എന്ന് നമ്മൾ പറയാറില്ല, അല്ലേ? 2 രീതിയിൽ പറയാം. ഒന്നെങ്കിൽ മാസം തോറും നിശ്ചിത തുക ബാങ്കിൽ നിക്ഷേപിച്ചു എന്ന് പറയാം. മാസം തോറും എന്ന് വെച്ചാൽ തന്നെയാണ് ഓരോ മാസവും, എല്ലാ മാസവും. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? എല്ലാ മാസവും, അല്ലേ? എല്ലാ മാസവും നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ മാസം തോറും ഉപയോഗിക്കാം. രണ്ടും ഒരുമിച്ച് നമുക്ക് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ക്ലിയർ? അപ്പോൾ അതാണ് ആൻസർ. കൃത്യമായിട്ടുള്ള ആൻസർ എല്ലാ മാസം തോറുന്നില്ലാണ് ഇവിടെ തെറ്റായ ഭാഗമായിട്ട് വരുന്നത്.
കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഭാഷാപരമായ ബുദ്ധിയുടെ വളർച്ചയ്ക്ക് ആവശ്യമല്ലാത്തത് താഴെ സൂചിപ്പിക്കുന്നതിൽ ഏതാണ്? ശരിക്കും മനസ്സിലാക്കണേ. ഭാഷാപരമായ ബുദ്ധിയുടെ വളർച്ചയ്ക്ക്, ഭാഷാപരമായ ബുദ്ധി എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം ഹവാർഡ് ഗാർഡനറിൻ്റെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഉണ്ടല്ലോ അല്ലേ, ബഹുമുഖ ബുദ്ധി ഉണ്ടല്ലോ, ആ സിദ്ധാന്തത്തിൽ വരുന്ന ഒരെണ്ണമാണ് ഭാഷാപരമായ ബുദ്ധി. അപ്പോൾ ഭാഷാപരമായ ബുദ്ധിയുടെ വളർച്ചയ്ക്ക് ആവശ്യമല്ലാത്തത് താഴെ സൂചിപ്പിക്കുന്നത് ഏതെന്നാണ് ചോദിച്ചത്. അതിനാവശ്യമില്ലാത്തത് പ്രഭാഷണങ്ങൾ, സെമിനാറുകൾ, അഭിമുഖം, ഗ്രാഫുകൾ. പ്രഭാഷണം, സെമിനാറുകൾ, അഭിമുഖം, ഗ്രാഫുകൾ. ഈ 4 ഏതാണ് ഭാഷാപരമായ ബുദ്ധിയുടെ വളർച്ചയ്ക്ക് ആവശ്യമല്ലാത്തത്? ഏതാ വരുക? പ്രഭാഷണമാണോ, സെമിനാറാണോ, അഭിമുഖമാണോ, ഗ്രാഫുകളാണോ? പ്രഭാഷണം എന്ന് പറഞ്ഞൊക്കെ നമ്മുടെ ഭാഷാപരമായ ബുദ്ധിയുടെ ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്നതാണ് അല്ലേ. സെമിനാർ ആയാലും അഭിമുഖമൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഗ്രാഫുകളുടെ ആവശ്യം നമുക്ക് എന്തില്ല? ഭാഷാപരമായ ബുദ്ധിയുടെ വളർച്ചയ്ക്കായിട്ട് നമുക്ക് അത്യന്താപേക്ഷിതമാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഗ്രാഫുകളാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. കിട്ടിയെന്ന് വിചാരിക്കുന്നു അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ. മനുഷ്യ മനസ്സിന് ജന്മസിദ്ധമായ സർവ്വഭാഷാ വ്യാകരണമുണ്ട് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആര്? ഇത് വളരെ എളുപ്പമുള്ള ചോദ്യം, എല്ലാവരും കിട്ടുമല്ലോ, ഓപ്ഷനൊന്നും ആവശ്യമില്ല അല്ലേ. മനുഷ്യ മനസ്സിന് ജന്മസിദ്ധമായിട്ടുള്ള സർവ്വഭാഷാ വ്യാകരണമുണ്ട് അല്ലേ. യൂണിവേഴ്സൽ ഗ്രാമർ തിയറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പഠിച്ചതാണ്. ഏതാണ് ഒരു LAD അല്ലേ. ലാഡ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ലവ് ആക്ഷൻ ഡ്രാമയല്ല, എന്താണ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. ഓക്കെ, മറ്റേ സിനിമ ലാഡ് എന്നുള്ള പേരിലല്ലേ വന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ ഓക്കെ, ഓപ്ഷൻസ് ഓക്കെ. ബെയ്റ്റ്സ്, ജീൻ പിയാഷെ, ജെറോം എസ് ബ്രൂണർ, നോം ചോംസ്കി. ആരാ വരുക? ബെയ്റ്റ്സ് ആണോ, പിയാഷെ ആണോ, ബ്രൂണർ ആണോ, ചോംസ്കി ആണോ? വരുന്നതാരാണ്? മനുഷ്യ മനസ്സിന് ജന്മസിദ്ധമായിട്ടുള്ള സർവ്വഭാഷാ വ്യാകരണം ഉണ്ട് എന്നാണ് പറഞ്ഞത് അല്ലേ. ഒരു സംശയം വേണ്ട, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ജീൻ പിയാഷെ ആണ് എന്ന് തോന്നും. അല്ലേ, ആരാണ്? നോം ചോംസ്കി ആണ്. ഓപ്ഷൻ ഡി ആണ്, നോം ചോംസ്കി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അങ്ങനെ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് വരാം. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, നോക്കാം എന്താ പറയുന്നത് നോക്കാം. ഇതാ: ബന്ധുജനങ്ങൾ മുഴുവനുമേ പ്രേമബന്ധത്തിൽ എന്നോട് എതിർത്തു നിൽപ്പൂ, പ്രാണന്റെ ബന്ധവും തൂക്കി നോക്കുന്നത് നാണയത്തുട്ടുകളാണ് പോലും. ഒരു കവിതയിൽ ഒരു വരികളാണല്ലേ. ബന്ധുജനങ്ങൾ മുഴുവനും ഈ പ്രേമബന്ധത്തിൽ എന്നോട് എതിർത്തു നിൽപ്പൂ, പ്രാണന്റെ ബന്ധവും തൂക്കി നോക്കുന്നത് നാണയത്തുട്ടുകളാണ് പോലും. ഏത് കഥാപാത്രത്തിൻ്റേതാണ് ഈ വരികൾ എന്നാണ് ചോദിച്ചത്. ആരുടെ വരികളാണ് എന്നല്ല, ഏത് കഥാപാത്രത്തിൻ്റേതാണ് ഈ വരികൾ എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻസ് ഉണ്ട്. രമണൻ, ചന്ദ്രിക, ഭാനുമതി, മദനൻ. രമണൻ, ചന്ദ്രികയൊക്കെ നമുക്ക് പരിചയമുള്ള ആളുകളാണല്ലേ. ഭാനുമതി, മദനൻ എല്ലാം വായിച്ച് ശീലമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ള ആളുകളായിരിക്കും, കഥാപാത്രങ്ങളായിരിക്കും. അപ്പോൾ ഈ തന്നത് ആരുടേതാണെന്ന് ചോദിച്ചത്. ആരാണ് ഇങ്ങനെ പറയുന്നത്? ആരോട് പറഞ്ഞു? നമ്മൾ ചോദിച്ചത് ആരാണ് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചത്. ആരാണ് പറയുന്നത്? ബന്ധുജനങ്ങൾ മുഴുവനും ഈ പ്രേമബന്ധത്തിൽ എന്നോട് എതിർത്തു നിൽപ്പൂ, പ്രാണന്റെ ബന്ധവും തൂക്കി നോക്കുന്നത് നാണയത്തുട്ടുകളാണ് പോലും. രമണൻ, ചന്ദ്രിക, ഭാനുമതി, മദനൻ. ആൻസറായിട്ട് വരുന്നത് ഏതാണ്? സംശയം വേണ്ട, ഇത് ചന്ദ്രികയാണ് പറയുന്നത് കേട്ടോ. ചന്ദ്രികയാണ് പറയുന്നത്. ഇത് ചന്ദ്രികയാണ് പറയുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. നിങ്ങൾക്കറിയാം ചങ്ങമ്പുഴയുടെ രമണൻ എന്ന് പറയുന്ന കൃതിയിലത്തെ വരികളാണ് ഈ തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ ചന്ദ്രിക തൻ്റെ ബന്ധം വീടുകളെ ബന്ധുക്കളുടെ ഇടയിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ രമണനോട് പറയുകയാണ്. ഓക്കെ, രമണനോട് പറയുന്നതാണ് ഈ തന്നിട്ടുള്ള വരികൾ. ഓക്കെ, അപ്പോൾ ചന്ദ്രികയാണ് ഇത് പറയുന്നത് രമണനോട്. ക്ലിയർ? അത്രയും കാര്യം മനസ്സിലാക്കി വെക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം നമുക്ക്. കാക്കനാടൻ എന്നത് ആരുടെ തൂലിക നാമമാണ്? കാക്കനാടൻ എന്നത് ആരുടെ തൂലിക നാമമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കാക്കനാടൻ അല്ലേ. നോക്കാം. വി അയ്യപ്പനാണോ, ചെറിയൻ മാപ്പിളയാണോ, പി സച്ചിദാനന്ദനാണോ, ജോർജ് വർഗീസ് ആണോ? കാക്കനാടൻ എന്നത് ആരുടെ തൂലിക നാമമാണ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ സച്ചിദാനന്ദൻ ആവില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. പി സച്ചിദാനന്ദൻ എന്താണെന്നൊക്കെ നമ്മൾ ശരിക്കും തൂലിക നാമത്തിൻ്റെ ക്ലാസ് മുമ്പ് ചെയ്തിട്ടുണ്ട്. മലയാളം പിന്നെ ടോപ്പിക് വൈസ് ക്ലാസ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് ഇതൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക. ബാക്കിയുള്ളത് അറിഞ്ഞാൽ നമുക്ക് ആരതാണെന്നുള്ള കാര്യം കിട്ടും അല്ലേ. വി അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം വി അയ്യപ്പൻ്റെ തൂലികനാമം ശരിക്കും എന്താണ്? വി അയ്യപ്പൻ. നിങ്ങളെല്ലാവരും വായിച്ചു പഠിച്ചു തന്നെയാണ്. എന്താണ്? കോവിലൻ എന്നുള്ള പേര് കേട്ടിട്ടുണ്ടാകും. കോവിലനാണ് ശരിക്കും വി അയ്യപ്പൻ അല്ലേ. കോവിലൻ എന്ന് പറഞ്ഞാൽ വി അയ്യപ്പനാണ്. വി അയ്യപ്പൻ്റെ തൂലികനാമമാണ്, പെൻനെയിമാണ്. ചെറിയാൻ മാപ്പിളയുടെ പെൻനെയിം നിങ്ങൾക്കറിയാം അല്ലേ. തൂലികനാമം നിങ്ങൾക്ക് അറിയാൻ കൃത്യമായിട്ട്. എന്താണ്? നിങ്ങൾ കക്കയം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ. കക്കയം അല്ലേ. അതുപോലെ തന്നെയാണ് കട്ടക്കയം. ഓക്കെ, കട്ടക്കയമാണ് ചെറിയാൻ മാപ്പിളയുടെ തൂലികനാമം. കട്ടക്കയം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. പി സച്ചിദാനന്ദൻ എന്ന് വെച്ചാൽ നിങ്ങൾ അന്നേ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ആനന്ദാണ്. ആനന്ദ് എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. ആനന്ദ്. ഓക്കെ, അതാ ഇംഗ്ലീഷിൽ എഴുതിയാൽ ആനന്ദ്. ഈ ഡി ആണ്. ഈ ഡി തിരിച്ചിട്ടാൽ പി പോലെയാവും. അതാണ് പി സച്ചിദാനന്ദൻ. ഓക്കെ, അപ്പോൾ പി സച്ചിദാനന്ദനാണ്, കെ അല്ല, പി ആണ്. ആനന്ദാണ്. അപ്പോൾ എന്താണ്? മൂന്നാളതും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിലായി കാക്കനാടൻ എന്നത് ആരുടേതാണ്? ജോർജ് വർഗീസിൻ്റെതാണ് അല്ലേ. ജോർജ് വർഗീസിൻ്റെ തൂലികാനാമമാണ് കാക്കനാടൻ എന്നത്. ക്ലിയർ? കിട്ടുന്നതായിരിക്കുന്നു. എളുപ്പമുള്ള ക്വസ്റ്റൻ ആയിരിക്കണം. അടുത്തത്: ജോർജ് ഓണക്കൂറിൻ്റെ ആത്മകഥ ഏത്? നേരത്തെ നമ്മൾ പറഞ്ഞ ജോർജ് വർഗീസ് ആണ് കാക്കനാടൻ. എന്നാൽ ഇവിടെ ജോർജ് ഓണക്കൂറിൻ്റെ ആത്മകഥ ഏത് എന്നാണ് ചോദിച്ചത്. ആത്മകഥകളാണ് തന്നിട്ടുള്ളത്. ജോർജ് ഓണക്കൂറിൻ്റേത് ഏത്? എൻ്റെ കഥ, കർമ്മഗതി, ഹൃദയരാഗങ്ങൾ, ഓർമ്മകളുടെ ലോകത്തിൽ.
ഒരു പക്ഷേ എൻ്റെ കഥ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതിനായിരിക്കും അല്ലേ. എൻ്റെ കഥ എന്ന് പറയുന്ന ആത്മകഥ ആരുടേതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതിനായിരിക്കും, അത്യാവശ്യം അറിയുന്നതിനായിരിക്കണം. ആരാണ് എൻ്റെ കഥ എന്ന് പറയുന്ന ആത്മകഥ ആരുടേതാണ്? മാധവിക്കുട്ടി എന്ന് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ. മാധവിക്കുട്ടിയുടെ ആത്മകഥയാണ് എൻ്റെ കഥ അല്ലേ. കർമ്മഗതി എന്ന് പറയുന്ന പിന്നെ ആത്മകഥ വരുന്ന പ്രൊഫസർ എം കെ സാനുവിൻ്റേതാണ് കർമ്മഗതി എന്ന് പറയുന്നത്. ഇനി ഹൃദയരാഗങ്ങളും ഓർമ്മകളുടെ ലോകത്തിലുള്ളത്. അപ്പോൾ ഈ രണ്ടെണ്ണത്തിൽ ഏതോ ഒരെണ്ണമാണ് ജോർജ് ഓണക്കൂറിൻ്റെ ആത്മകഥ അല്ലേ. നോക്കാം. ജോർജ് ഓണക്കൂറിൻ്റെ ആത്മകഥ എന്ന് ചോദിച്ചാൽ ഒരു സംശയം വേണ്ട, ഹൃദയരാഗങ്ങൾ എന്ന് പറയുന്ന കൃതിയാണ് ജോർജ് ഓണക്കൂറിൻ്റേത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ സംശയം വരും അടുത്ത തൊട്ട് താഴെയുള്ള ഓർമ്മകളുടെ ലോകത്തിൽ എന്ന് പറയുന്നത് പി കേശവദേവിൻ്റെ ആത്മകഥയാണ് കേട്ടോ. പി കേശവദേവിൻ്റെ ആത്മകഥയാണ് ഓർമ്മകളുടെ ലോകത്തിൽ. അപ്പോൾ ഹൃദയരാഗങ്ങളാണ് ജോർജ് ഓണക്കൂറിൻ്റേത്. 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആത്മകഥയാണ് ഹൃദയരാഗങ്ങൾ. ജോർജ് ഓണക്കൂറിൻ്റേതാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ചുരുക്കം ചില ചോദ്യങ്ങളാണ്, പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്, മലയാളത്തിലെ ചോദ്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ഇതിൻ്റെ ആൻസർ ഒന്ന് മനസ്സിലാക്കുക. ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ കിട്ടാവുന്ന ചോദ്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു കൃത്യമായിട്ട് റെഫർ ചെയ്ത് പോവുക. ഓക്കെ, അടുത്ത സെഷനിൽ കാണാം. നമുക്ക് നല്ല രീതിയിൽ പഠിക്കുക. ഫൈനൽ ലാപ്പായിരിക്കണം. എല്ലാവരും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി റിവിഷൻ നടത്തിക്കൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.